ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, അവരുടെ മനസ്സിനുള്ളിൽ എന്താണ്, അവർ പറയാതെ വെച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അവരുടെ ഫീലിങ്സ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഇത് വാലിഡ് ആയിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആ ഒരു കറൻറ്റ് ഫീലിങ്സ്, അതുപോലെ തന്നെ അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്, ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു വ്യക്തി ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലാണ് എന്നുള്ളതാണ്. അതായത് ഒരു തരത്തിലും ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ഡെയിലി കാണുന്ന ഒരു വ്യക്തിയായിരിക്കും, എങ്കിൽ പോലും അവരുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് എന്താണ് എന്നുള്ളതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് യാതൊരു സാഹചര്യവും ഇല്ല. കാരണം നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് ടോട്ടലി ഇഗ്നോറൻ്റ് ആണ്. അതായത് നമ്മളിൽ പലരും പല വ്യക്തികളെ ചിലപ്പോൾ ഡെയിലി കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ വഴിയുടെ മുൻപിൽ കൂടി പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലിരിക്കുമ്പോൾ അവിടെ വന്ന് കാണുന്നവരായിരിക്കാം. പക്ഷെ അവരെന്താണെന്നോ ഏതാണെന്നോ അവരുടെ ഒരു സാഹചര്യമോ നമുക്ക് അറിയണമെന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ തീർത്തും അപരിചിതരായി മാറിയിരിക്കുന്ന രണ്ട് വ്യക്തികളാണിപ്പോൾ. ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പേഴ്സൻ്റെ മൈൻഡ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്കോ, അതുപോലെ തന്നെ നിങ്ങൾ എന്താണെന്നുള്ളത് അവർക്കോ അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ നേരിട്ട് കാണണം എന്ന് തന്നെ ഇല്ല. ചിലവർക്ക് സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ വല്ല ഫോട്ടോസോ സ്റ്റേറ്റസൊക്കെ നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും അറിയാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ നിങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലെങ്കിൽ പോലും പരസ്പരം നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ രണ്ടുപേരും സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പലപ്പോഴും വിചാരിക്കുക, നിങ്ങളില്ലെങ്കിലും ഈ ഒരു പേഴ്സൺ ഹാപ്പി ആണോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രഥമ ദൃഷ്ടി അങ്ങനെ തോന്നുന്നുണ്ടാവാം. ഇപ്പോൾ ആ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെയാണ് സ്റ്റോക്ക് ചെയ്ത് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ചിലപ്പോൾ അവരങ്ങനെയുള്ള എന്തെങ്കിലും സ്റ്റേറ്റസ് ഇടുകയോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ടാഗിങ് ഒക്കെ വരുമ്പോൾ ഇവരങ്ങനെ നല്ല രീതിയിലാണോ കഴിയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ കാണുകയോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെയും ഇതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ വാച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ഹാപ്പിയാണോ, ഈ ഒരു പേഴ്സൺ ഇല്ലാതെ നിങ്ങൾക്കും സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഇവരും ചിന്തിക്കുന്നുണ്ടാവാം. കാരണം ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു രണ്ട് എനർജീസിനും പരസ്പരം ഇങ്ങനെ ഒരു ധാരണയുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ അടുത്തായിട്ട് ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടേതായിട്ടുള്ള ഓർമ്മകൾ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 24/7 എന്ന് പറയുന്നത് പോലെ തന്നെ എപ്പോഴും ചിലപ്പോൾ ഉറങ്ങുമ്പോൾ മാത്രമായിരിക്കാം ആ ഒരു പേഴ്സൺ കുറച്ച് ഫ്രീ ആവുന്നത്. കാരണം ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഓർമ്മകൾ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അവർ കാട് കയറുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. അവരുടെ മനസ്സിനൊരു സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്നർ സ്ട്രഗിൾ, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് അവരുടെ മനസ്സിനുള്ളിൽ നടക്കുന്നുണ്ട്. കാരണം പലപ്പോഴും അവർക്ക് നിങ്ങളുടെ തന്നെ തോട്ട്സ് കയറി വരുന്നു. ചിലപ്പോൾ അവരേതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അതിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു തോട്ട്സ് കയറി വന്നിട്ട് അവർ ഡിസ്റ്റർബ് ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, മനഃപൂർവ്വം അതിനെ ഓവർകം ചെയ്യുന്നതിനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ടുള്ള ആ ഒരു ചിലപ്പോൾ നല്ല ഓർമ്മകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ഈ ഓർമ്മകൾ വന്നവരെ ശല്യപ്പെടുത്താതിരിക്കാൻ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒന്ന് ഒളിച്ചോടാനായിട്ട് ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഓർമ്മകളൊക്കെ ഒന്ന് മറക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ആ ഒരു പേഴ്സൺ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് മാറി അവരുടെ ആ ഒരു ഡെയിലി റുട്ടീനിലേക്ക് പോകുന്നതിനായിട്ട്. പക്ഷെ അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഒരു സെയിം പാറ്റേൺ പോലെ ഒരു പക്ഷേ നിങ്ങൾക്കും ഉണ്ടായേക്കാം.
അതായത് ചിലർക്കെങ്കിലും ഈ ഒരു ടൈമിൽ, അതായത് പ്രത്യേകിച്ച് നമ്മൾ ഇന്നൊരു സമയം എന്ന് പറയുന്നില്ല, ചിലപ്പോൾ ഈ അടുത്തായിട്ടായിരിക്കാം, ചിലവർക്ക് ഇന്നലെ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ടായിരിക്കാം, ഈ ഒരു പേഴ്സൻ്റെ ചിന്ത ഒരുപാടായിട്ട് കയറി വരുന്നുണ്ടാവും. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷനിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലൊക്കെ ആയിട്ട് കുറച്ച് നാളുകളാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്തൊക്കെ ചിലപ്പോൾ അവരെ പറ്റിയുള്ള ഒരു തോന്നലുകൾ, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെടുമോ എന്നുള്ളതായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇനി ലൈഫിലേക്ക് തിരിച്ചൊരിക്കലും വരില്ലേ എന്നോർത്ത് നിരാശപ്പെടുന്നതായിരിക്കാം. ആ ഒരു തരത്തിലുള്ള ഒരുപാട് സ്ട്രഗിൾസ് ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. അത് എല്ലാവർക്കും അല്ല. ഇതുപോലെ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവിടെ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങൾക്കും ഒരു മിറർ പോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അത് ഈ അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ടാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചു. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ ശേഷം അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരാളായിരിക്കാം. അതായത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ടില്ല. തീർച്ചയായിട്ടും പെട്ടെന്നായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തകർച്ച ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ പോലും വിചാരിക്കാത്തൊരു സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ എങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തതായിട്ട് തന്നെ നമുക്ക് കാണുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിരുന്നു. ഒരുപക്ഷെ ചിലരെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഡ്രോപ്പ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്കൊരു ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്തിയവർ പോയത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്കത് അതിജീവിച്ച് പോകാനായിട്ട് ആ ഒരു സമയത്ത് കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവരുടെ വർക്കിലോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഏത് കാര്യത്തിലാണെന്ന് വെച്ചാലും അവർ ഫോക്കസ്ഡ് ആയിരുന്നു. അവരെ സെൽഫ് ലവ് ചെയ്യാനായിട്ട് തുടങ്ങിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കറൻറ്റ്ലി ഈ ഒരു പേഴ്സണ് ഇതിനൊന്നും കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ ചിലപ്പോൾ അവസാനിക്കാറായിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടൊക്കെയാണ് പോയിട്ടുള്ളതെങ്കിൽ അവർക്ക് അതിൻ്റെ തിരിച്ചടി നേരിടേണ്ടുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയിട്ടുള്ള ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നല്ല രീതിയിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അവർ ശല്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവർ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഒക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പതിയെ മാറിപ്പോകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും ആ ഒരു ട്രൂത്ത് അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടായതുകൊണ്ടായിരിക്കാം. ഇനിയിപ്പോൾ തേർഡ് പാർട്ടിയുടെ ഒപ്പം പോയിരുന്നൊരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം ആ ഒരു പേഴ്സൺ അത്ര ശരിയല്ല, അല്ലെങ്കിൽ നമ്മളെ പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കേൾക്കാതെ പോയതായിരിക്കാം. അപ്പോൾ കറൻറ്റ്ലി ഇങ്ങനെ എന്ത് കാര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും അവർക്കുണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങളെക്കുറിച്ച് ഉണ്ടായിട്ടുള്ള അവരുടെ ചിന്താഗതികളെല്ലാം മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു മൈൻഡ് എന്നുള്ള കാർഡ്. അപ്പോൾ ആ ഒരു മൈൻഡ് എന്നുള്ള കാർഡിൽ കാണുന്ന ആ ഒരു മോൺസ്റ്റർ പോലത്തെ രൂപം അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ തലയിലൂടെ ഓടുന്ന ആ ഒരു ചിന്തകൾ നമുക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് എന്നാണ് അത് സിംബലൈസ് ചെയ്യുന്നത്. അത്രത്തോളം കൺഫ്യൂഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ഒരു ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ ആ ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഒരു പേഴ്സണും ചിന്തിക്കുന്നുണ്ടാവാം, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെയുള്ളൊരു തോട്ട്സ് വരുന്നത്, നേരത്തെ ഒന്നും ഇല്ലാതിരുന്ന പോലെ ഞാൻ എന്തുകൊണ്ട് ഇവരെ തന്നെ ചിന്തിക്കുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവരും വിചാരിക്കുന്നുണ്ടാവാം. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല റീസൺസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളാവാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻസോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്വീറ്റ് മെമ്മറീസ് കാര്യങ്ങൾ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പേഴ്സൺ ഒരു തരം ആദിയാണ്. അതായത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി വേറെ എന്തെങ്കിലും സംഭവിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും നാളും ഈ ഒരു വ്യക്തിക്ക് അത്രയധികം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരിങ്ങനെ ചിന്തിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും റീസൺ കാണും. അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും ഈ ഒരു പേഴ്സൺ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ആകെ സെൻറ്റി അടിച്ചിരിക്കുന്ന സ്റ്റേറ്റസോ കാര്യങ്ങളൊക്കെ ഇട്ടാണ് നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞ് കരയുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയൊക്കെ മാറ്റിക്കാണും.
നിങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിയെ സെൽഫ് ലവിൻ്റെ വഴിയെ വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം, ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാന്നൊക്കെ ചിന്തിച്ച് നിങ്ങളും ഏതെങ്കിലും രീതിയിലൊക്കെ മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രൈക്ക് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും കിട്ടും. അതോടൊപ്പം തന്നെ അവരും ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പരസ്പരം യാതൊരു ബന്ധമില്ല, അല്ലെങ്കിൽ അറിയില്ല എന്താണ് സിറ്റുവേഷൻ എന്ന്, എങ്കിലും ചിലപ്പോൾ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ കാണുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൂടെ അറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പുറമേ കാണുന്ന കാര്യങ്ങൾ വിശ്വസിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് വന്നുവെന്നോ അല്ലാന്നുണ്ടെങ്കിൽ അവരില്ലാതെ നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ജീവിക്കുന്നു, അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ മാറാൻ കഴിയുന്നുള്ള ആ ഒരു മിസ്സിങ് ഫീലിങ്ങോ എന്തോ ആയിക്കൊള്ളട്ടെ, ഈ ഒരു പേഴ്സണെ ആ ഒരു കാര്യം വല്ലാതെ അലട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, അവർ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള ഡ്യൂട്ടീസ് പോലും റെഗുലറായിട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡെയിലി റുട്ടീനിൽ പല കാര്യങ്ങളും അവർ പെൻഡിങ്ങിൽ വെക്കുന്നു എന്നുള്ളതാണ്. കാരണം കൂടുതൽ സമയവും ഇങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളും അവരെ ഭരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ ഒരു ഡെയിലി റുട്ടീൻ ആയാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ആണെന്നുണ്ടെങ്കിലും അവർക്കതൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇത്രയും നാളും ഒരു പുകമറയ്ക്കകത്തായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇല്യൂഷനിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവർ എന്തോ അവരുടേതായിട്ടുള്ള ലോകത്തിലായിരുന്നു ആ ഒരു പേഴ്സൺ. പക്ഷേ ഇപ്പോൾ പതിയെ പതിയെ അത് മാറി വരുന്നു. ഇപ്പോൾ ഒരു പുകമറയത്തെന്ന് ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പതിയെ ആ ഒരു പുകയിൽ നിന്ന് അവർ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പല കാര്യങ്ങളും വിസിബിൾ ആവുന്നു. അപ്പോൾ ചിലപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റീയൂണിയൻ്റെ ടൈം ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള കർമ്മ അനുഭവിക്കാനുള്ളൊരു സമയമായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു പ്ലാൻ ആയിരിക്കാം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഈ ഒരു പേഴ്സൺ മാറി വരണം. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി എത്രത്തോളം മിസ് ചെയ്തിരുന്നോ അതുപോലെ തന്നെ ഒരു മിസ്സിങ് ഫീലിലേക്ക് ഈ ഒരു വ്യക്തിയും എത്തണം എന്നുള്ള ഒരു നിയോഗമായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണ് നിങ്ങളിൽ നിന്ന് അകന്നു പോയതെന്നറിയില്ല, എന്തുകൊണ്ടാണ് പോയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ പിരിയാനുള്ള കാരണം ഉണ്ടായത്, ഇതിവിടെ വ്യക്തമല്ല എങ്കിൽ പോലും കറൻലി ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് അവരുടെ ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു റീസൺ, അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു ഭയത്തിൻ്റെ കാരണം അത് തന്നെയാണ്. നിങ്ങൾ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകുമോ? ചിലപ്പോൾ നമ്മൾ അത്രയും നാളും വലിയ വാല്യൂ ഒന്നും കൊടുക്കാതിരിക്കുന്ന ഒരു സംഭവം നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊക്കെ തോന്നുമ്പോൾ മനുഷ്യർക്കൊരു വിഭ്രാന്തി ഉണ്ടാവാറുണ്ട്. ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു പേഴ്സൺ തിങ്ക് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളും സോഷ്യൽ മീഡിയാസൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ലൈഫ് കിട്ടാൻ പോകുന്നു എന്നൊക്കെ ചിലപ്പോൾ അറിയിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കാണുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കും മനഃപൂർവ്വം നിങ്ങൾ അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സിനെ അറിയിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എങ്കിലും ഇവിടെ ഈ ഒരു വ്യക്തി ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നു, എത്രയും വേഗം ഓടി വരണം, അല്ലെങ്കിൽ ആ ഒരു പാഷൻ ഇവർക്ക് നിങ്ങളോട് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ചീറ്റ് ചെയ്തൊക്കെ പോയിട്ടുള്ളൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കരഞ്ഞ് കാല് പിടിച്ചിട്ടും അത്രയധികം മൈൻഡ് ചെയ്യാതെ പോയിട്ടുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ജാള്യതയുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരാൻ, അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ഒന്ന് കോൺടാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഈ ഒരു പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. ഏത് രീതിയിൽ വേണം നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു മാറ്റം വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വേറൊരാൾ വരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ഈ ഒരു അവസരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നാണക്കേടായി പോകുമോ എന്നൊക്കെയുള്ളൊരു തോട്ട് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ട്. എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്കിവിടെ കാണാം. എങ്കിലും അവരുടെ ആ ഒരു ഇന്നർ മൈൻഡ് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വീണ്ടും റീകണക്റ്റ് ആവാൻ വേണ്ടി തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡെഡായി പോയ റിലേഷൻഷിപ്പ് തന്നെയാണ് വീണ്ടും റീബർത്ത് ആവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല, ഇതാണ് ഇതിൻ്റെ ഒരു എൻഡ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവിടെയാണ് വീണ്ടും ഒരു റീബർത്ത് എന്നുള്ളൊരു ആശയം ഇവരുടെ മനസ്സിൽ വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു റീകൺസിലിയേഷന് പോസിബിലിറ്റി ഉണ്ട്, റീകൺസിൽ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആ തോട്ട്സിലേക്ക് ഈ ഒരു പേഴ്സൺ പോകുന്നത് തന്നെ അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആ ഒരു റീബർത്തിന് ശേഷം ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. ആ ജസ്റ്റിസിന് ശേഷം വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, എന്തൊക്കെയോ ഒരു നീതികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു നീതി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്നേഹം അവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു നഷ്ടബോധം വരിക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മിസ്സിങ് ഫീൽ, നഷ്ടപ്പെടുമോ എന്നോർത്തുള്ള ഒരു ഭയം വരിക, എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹം കൂടിക്കൂടി വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഇപ്പോഴുള്ളൊരു സിറ്റുവേഷൻ പോലും മര്യാദക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം അത്രത്തോളം
നിങ്ങളുടെ മെമ്മറീസ് അവരെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർത്തും ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടി കൊതിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ടൈം തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു വാല്യൂ അവർ മനസ്സിലാക്കുന്ന ഒരു ടൈം തന്നെയാണ് ഇതെന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല, കാരണം എല്ലാവർക്കും ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഇതിലുള്ള കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ. തീർച്ചയായിട്ടും നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഇടയായിട്ട് ശക്തമായിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ ആഗ്രഹിക്കുന്നുണ്ടോ, അവരെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഇവർ ഭയക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഭയക്കുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു റിലേഷൻഷിപ്പും അതുപോലെ തന്നെയാണ്. നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് സെപ്പറേറ്റ് ആയി പോയിട്ടും കുറച്ച് നാളുകളായിട്ടുണ്ട്. അതിൽ കൂടുതലും വിഷമിച്ചിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സൈഡിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ വേദന ഏറ്റവും അധികമായിട്ടുണ്ടായിട്ടുള്ളത്. ഈ ഒരു പേഴ്സൺ ഞാൻ പറഞ്ഞതുപോലെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോവുകയും പിന്നീട് അവർ ചെന്ന ആ ഒരു സ്ഥലത്ത് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരെ സ്നേഹിച്ച ആ ഒരു സെൽഫ് ലവ് ചെയ്ത് തന്നെയാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ വക തോട്ട്സും കാര്യങ്ങളെല്ലാം അവർക്ക് വന്നിട്ടുള്ളത് ഇപ്പോഴാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇത് നിങ്ങളുമായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള എനർജി ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും സിറ്റുവേഷൻ ആണോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ റിയൂണിയന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.